2023 മെയ് മാസം 20-നാണ് കർണാടകയിൽ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ കയറുന്നത്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായും അധികാരമേറ്റുകൊണ്ട് 2.5 വർഷക്കാലം മന്ത്രിസഭ കർണാടക ഭരിച്ചു. അത് കഴിഞ്ഞതായി ഇപ്പോൾ മന്ത്രിസഭയിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറിക്കഴിഞ്ഞു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ മലയാളികൾ, എല്ലാവരുമല്ല ഏറെക്കുറെ മലയാളികൾ അറിഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഡീൽ കർണാടകയിലെ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു എന്ന്. അതായത് 2.5 വർഷം സിദ്ധരാമയ്യയും അതിനുശേഷം DK ശിവകുമാറും മുഖ്യമന്ത്രിയാകും എന്ന ഡീൽ. ഞാനിത് പറയാൻ കാരണം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡീൽ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയമാണ്. എന്നുവെച്ചാൽ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ഭരണകാലയളവിൻ്റെ കുറച്ചു കാലത്തേക്ക് മാത്രമേ മുഖ്യമന്ത്രിയാവുകയുള്ളൂ. അതിനുശേഷം മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാകും എന്നൊരു ഡീൽ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത എഗ്രിമെൻ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ തോന്നാനുള്ള കാരണം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി VD സതീശൻ്റെ ഇപ്പോഴത്തെ ചില പ്രവൃത്തികൾ കാണുമ്പോഴാണ്. ആ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹെലികോപ്റ്റർ യാത്ര മുതൽ അജ്ഞാതനായ ആ ഇൻവെസ്റ്ററും പ്രളയ ദുരിതങ്ങൾക്കിടയിലെ വിരുന്നു സൽക്കാരവും ജ്വല്ലറി ഉദ്ഘാടനവും, അങ്ങനെ പൊതുസമൂഹം സംശയദൃഷ്ടിയോടെ കാണുന്ന പല കാര്യങ്ങളും സതീശനുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-2.5 വർഷം മുഖ്യമന്ത്രിയായി ഇരുന്നാൽ മതി എന്ന ഡീലിൻ്റെ പുറത്താണോ സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി മാറിയത് എന്ന് സ്വാഭാവികമായും നമുക്ക് തോന്നിപ്പോകും. കാരണം അതിനിടയിൽ ഒരു മുഖ്യമന്ത്രിക്ക് അനുഭവിച്ചു തീർക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് VD സതീശൻ എന്ന് തോന്നിയാൽ അതിനെങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദുരിതപ്പെയ്ത്ത് സംഭവിച്ച് ജനങ്ങൾ ദുരിതത്തിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഈ വിരുന്നിൻ്റെയും അതുപോലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പാറി നടക്കുമോ? എന്തൊക്കെയോ ഇതിനിടയിൽ ചീഞ്ഞു നാറുന്നു എന്ന് തോന്നാൻ ഇതൊക്കെ തന്നെ ധാരാളം. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന സതീശനിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും VD സതീശൻ എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് ഈ നാടിനെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലെ ഡോക്ടർ അരുൺകുമാർ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരും അരുൺകുമാറിൻ്റെ ഈ സംസാരം കേൾക്കാതിരുന്നാൽ അത്രയും നല്ലത്. വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ഉണ്ടായി. ഞാൻ 2 കാര്യങ്ങൾ പറയാം. പൊതുവെ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്. അർത്ഥസത്യങ്ങളെയും അസത്യങ്ങളെയും സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിതിനെ പറയുന്നത് അശ്വത്ഥമാഹത കുഞ്ചര സിൻഡ്രോം എന്നാണ്. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പാതി നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന ഒരു ഭാഗം അതിൽ നിന്ന് എടുക്കും, അസത്യത്തിൻ്റെ ഒരു ഭാഗം അവിടെ മറച്ചു വയ്ക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ചെങ്ങന്നൂരിൽ പമ്പ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം പിന്നീട് വിവാദമായി. എന്തായിരുന്നു വിവാദമാവാൻ കാരണം? അമ്മമാർക്കറിയാവുന്ന പാചകവിധി മക്കളിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ആ പ്രസംഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിന്നീട് തൊട്ടടുത്ത വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മമാർ, എൻ്റെ അമ്മ നല്ല പോലെ പാചകം ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ പാചകവിധി മക്കൾക്ക് കൈമാറുക എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എവിടെയാ തെറ്റ്? ഈ ചോദ്യം ചോദിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിത്, ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ശരിയാണ് എന്നാണ് തോന്നുക. അയ്യോ, VD സതീശൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മയുടെ പാചക രുചി മക്കൾക്ക് കൊടുക്കണം, അതിന് ആൺമക്കളെന്ന് പറഞ്ഞിട്ടില്ല, പെൺമക്കളെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പമ്പ സാഹിത്യോത്സവത്തിൽ പറഞ്ഞത് VD സതീശൻ? VD സതീശൻ പറഞ്ഞ വാചകം എന്താ? അമ്മമാരുടെ കയ്യിലുള്ള പാചകവിധികൾ, അമ്മമാരോട് എനിക്കൊരു പരാതിയുണ്ട്, ആ പാചകവിധികൾ മക്കൾക്കോ, അത് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ടുണ്ട്, മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞതാണ് വിവാദമായത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായ VD സതീശൻ എന്ത് ചെയ്തു? 2ാമത്തെ ഭാഗം ഭംഗ്യന്തരേണ മറച്ചു വെച്ചു. ആദ്യത്തെ ഭാഗം മക്കൾ എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്തു, മകൻ്റെ ഭാര്യ എന്നുള്ള ഭാഗം അവിടെ നിന്ന് മറച്ചു വെച്ചു. ഇതാണ് അശ്വത്ഥാമ ഹതകുഞ്ചര സിൻഡ്രോം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, VD സതീശനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്താ സമ്മേളനങ്ങളും ഈ അശ്വത്ഥാമ ഹതകുഞ്ചര സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനാണ് കാണാൻ കഴിയുക. എന്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്?
ഞാൻ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഞാൻ 1, 2, 3, 4 ഒരു 4 പോയിന്റ് പറയാം. ഒന്ന്, ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്? ഞാൻ 2023 ഓഗസ്റ്റ് മാസം 31-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കേൾക്കുകയായിരുന്നു. ആ ബൈറ്റിൽ വളരെ കൃത്യമായി പറയുന്നു, 2023 ഓഗസ്റ്റ് 31-ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനം ധൂർത്തെന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്ന് പറയുന്നുണ്ട്. 2023 ഓഗസ്റ്റ് മാസം 31-ാം തീയതി. അപ്പോൾ പിന്നെ ഇന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ വന്ന് ഞാൻ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഈ വീഡിയോ അവൈലബിൾ ആണ്, നമ്മളുടെ ലൈബ്രറിയിലും അതുണ്ട്. രണ്ടാമത്തത്, ഒരു മുന്നറിയിപ്പും ഞങ്ങൾക്ക് കിട്ടാതെയാണ്, ഒരു മിന്നൽ പ്രളയമല്ലേ എന്നാണ് പറയുക വി ഡി സതീശൻ. മിന്നൽ പ്രളയമാകുമ്പോൾ മുന്നറിയിപ്പ് കിട്ടും, അനൗൺസ്മെൻറ്റിന് പോലും അറിയിപ്പ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ IMDയുടെ വെബ്സൈറ്റിൽ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ഒരു പ്രസ് റിലീസ് ഉണ്ട്. ആ പ്രസ് റിലീസ് വന്നിരിക്കുന്നത് 31/7/2026, അതായത് 1-ാം തീയതി ഈ രാത്രിയിൽ 31-ാം തീയതി രാത്രിയിൽ നടക്കാൻ പോകുന്ന വലിയ മഴയെക്കുറിച്ച് 31/7/2026 3 മണിക്ക് തന്നെ കൃത്യമായി ഓറഞ്ച് അലേർട്ടിനെ കുറിച്ചും 1-ാം തീയതിയും 2-ാം തീയതിയുമുള്ള അലേർട്ടിനെ കുറിച്ചും ചിത്രസഹിതം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത, ഗതാഗത തടസ്സം എന്നു തുടങ്ങി ഈ ഓറഞ്ച് അലർട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും കൃത്യമായി സ്ഥലമടക്കം രേഖപ്പെടുത്തി കൃത്യമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് IMDയുടെ റിപ്പോർട്ട് വരുന്നത് 31-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ്. അപ്പോൾ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞതും വാസ്തവ വിരുദ്ധമാണ്. ഹെലികോപ്റ്ററിൽ പോയപ്പോൾ ഒരു ഔദ്യോഗികമായ യാത്രയ്ക്കാണ് പോയത് എന്ന് പറഞ്ഞു. ഇന്ന് 3-ാമത്തെ കാര്യമാണ് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം. എന്താണ് ഔദ്യോഗിക യാത്ര? ആ ഔദ്യോഗിക യാത്രയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത പോലെ ഒരു നിക്ഷേപ ഗ്രൂപ്പിനെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. ഇൻവെസ്റ്റ് ഗ്രൂപ്പിനെ കാണാൻ പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വാഭാവികമായും അത് നമുക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ്. കേരളം നിക്ഷേപ സൗഹൃദമാകണമല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനന്ദിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു നിക്ഷേപത്തെ കേരളത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഹെലികോപ്റ്ററിലേക്ക് പാഞ്ഞു പോയതാണ് മുഖ്യമന്ത്രി. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയുടെ ഇന്നലെ സ്മൃതി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാതെ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് നിശ്ചയിക്കുന്ന ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടേതടക്കം VIP-കളുടെ യാത്രകളെക്കുറിച്ചുള്ള ചില ഈ VIP മൂവ്മെൻറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. ആ സൂചനകളുടെ ഉത്തരവുകളുടെ ചില വിവരങ്ങൾ ലഭിച്ചു. അതുപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവുകളുടെ ചില സൂചനകൾ പ്രകാരം അന്ന് 31-ാം തീയതിക്ക് അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ച് പറയുന്നത്, രാവിലെ 8:30-ന് സെക്രട്ടേറിയറ്റിൽ നവകേരളം പ്രസൻറ്റേഷൻ നടത്തിയതിനു ശേഷം 10:15 AM കവടിയാറിൽ നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര പുറപ്പെടും. 10:45 കൊച്ചി എയർപോർട്ടിൽ എത്തണം എന്നുള്ളതാണ്. എപ്പോഴാണ് വ്യവസായ നിക്ഷേപകരെ കാണണമെന്ന് പറഞ്ഞത്? വൈകുന്നേരം അല്ലേ? വൈകുന്നേരം വ്യവസായ നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ 10:45 കൊച്ചി എയർപോർട്ടിലേക്ക് പോകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, നമ്പർ 1. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആ യാത്ര വൈകിയത്? യാത്ര വൈകിയത് കാലാവസ്ഥ മോശമായതുകൊണ്ട്. തിരുവല്ല ഭാഗത്ത് എത്തിയപ്പോഴേക്ക് കാലാവസ്ഥ മോശമായി. അതുകൊണ്ട് ഹെലികോപ്റ്റർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. വീണ്ടും കാലാവസ്ഥ ശരിയായപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിലേക്ക് കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ വൈകുന്നേരത്തേക്ക് നിശ്ചയിച്ചിരുന്ന മീറ്റിങ്ങിന് 10:15 പോകേണ്ട ആവശ്യമില്ല, 1. 2, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാക്ഷാൽ ബിൽഗേറ്റ്സ് പോലും അമേരിക്കയിൽ ഗവർണറോടോ പ്രസിഡന്റിനോടോ ഞാൻ വൈകുന്നേരം വന്ദേഭാരതിന് വന്നാൽ ഞാനങ്ങ് പോകുമേ എന്ന് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കേരളത്തിൽ അദാനിയോ അംബാനിയോ ആവട്ടെ, കേരളത്തിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിരിക്കുന്ന അനിൽ അംബാനി വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുക, എപ്പോഴാണ് വരിക അങ്ങ്? ഞാൻ വന്ദേഭാരതിൽ വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ, വന്ദേഭാരതിലൊന്നും വന്നാൽ ശരിയാവില്ല, ഞാനങ്ങ് പോകും കേട്ടോ എന്ന് മുഖ്യമന്ത്രിയെ ബാർഗെയിൻ ചെയ്യാൻ ശേഷിയുള്ള ഏത് മുതലാളിയുണ്ട് ഇന്ത്യയിൽ? ആ മുതലാളി നമുക്കറിയണമല്ലോ. നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു വിളിപ്പിക്കാൻ ശേഷിയും കരുത്തുമുള്ള ഏത് നിക്ഷേപകനാണ് ഇന്ത്യയിലുള്ളത്? നമുക്കറിയണമല്ലോ. അപ്പോൾ ഹെലികോപ്റ്റർ യാത്ര എന്ന് പറയുന്നതിൽ ആ തടിമുടി കളവുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറയാം. അന്ന് രാവിലെ 10:15 പോകേണ്ടിയിരുന്ന ആ യാത്ര 10:45 എത്തേണ്ട യാത്ര പിന്നീട് കാലാവസ്ഥ മോശം വ്യതിയാനം കാരണം മാറ്റിവെക്കുന്നു. അതിനുശേഷം യാത്ര പോകുന്നു. അതിനുശേഷം നേരെ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം ഓൺ റെക്കോർഡ് നേരെ പോകേണ്ടത് ആലുവ ദേശത്തെ വീട്ടിലേക്കാണ്. പക്ഷെ പോയിരിക്കുന്നത് ആലുവയിലുള്ള കാരോത്തുകുഴി ആശുപത്രിയിലാണ്. ആലുവയിലെ കാരോത്തുകുഴി ആശുപത്രിയിൽ വിളിച്ച് ഈ വിവരം ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം എത്തിയിരുന്നു. അവിടെ അദ്ദേഹം 20 മിനിറ്റ് നേരം അദ്ദേഹം അടച്ചിട്ട മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഭാര്യാപിതാവിൻ്റെ ആ മുറിയിൽ വെച്ചാണോ നിക്ഷേപ സൗഹൃദം നടത്തിയത് എന്ന് എനിക്കറിയില്ല. ബാക്കി ഒരിടത്തും അദ്ദേഹം പോയതായി ഒരു വിവരവും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല.
ഇനി പ്രൈവറ്റ് ഡൊമൈനിൽ അദ്ദേഹത്തിൻ്റെ യാത്ര നിശ്ചയിക്കുന്ന VIP യാത്രയെ നിശ്ചയിക്കുന്ന ഉത്തരവിൽ പോലും അത് നിശ്ചയിച്ചിട്ടില്ല. ബാക്കി സമയം മുഴുവൻ അദ്ദേഹം ആലുവയിൽ ദേശത്തെ സ്വന്തം വസതിയിലുണ്ടായിരുന്നു. ഇതാണ് വാസ്തവം. എന്നിട്ട് എന്തിനാണ് ഇല്ലാത്തൊരു നിക്ഷേപകന്റെ പേരിൽ, നിക്ഷേപ ഗ്രൂപ്പിന്റെ പേരിൽ ഇങ്ങനെ ഒരു കളവ് പറയാൻ ശ്രമിച്ചത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ നാളെ വരും തലമുറ ചോദിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അക്കാര്യത്തിൽ. ഡിന്നർ മീറ്റിംഗ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഡിന്നർ മീറ്റിംഗിലാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ ഡിന്നർ മീറ്റിംഗിൽ എത്തുമ്പോഴേക്കും പോകുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ദേ ഭാരതിലുള്ള യാത്ര ഒഴിവാക്കി. അതാണ് ഞാൻ മാധു, കേരളത്തിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് താങ്കളുടെ സമയമല്ല എൻ്റെ സമയത്ത് താങ്കൾ വരണമെന്ന് കൽപ്പിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏത് നിക്ഷേപകനാണെങ്കിലും അയാൾ നിശ്ചയിക്കാൻ പോകുന്ന തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഒരു കരാർ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? അയാൾക്ക് ഈ മുഖ്യമന്ത്രി ആദരിക്കണ്ടേ? ഈ ഇവിടുത്തെ ചട്ടങ്ങൾ പാലിക്കണ്ടേ? ഏത് നിക്ഷേപകനാണത്? അത് നമുക്കറിയണമല്ലോ. ഇനി അടുത്തൊരു കാര്യം, അദ്ദേഹം വളരെ ഞാൻ എല്ലാം ഏകോപിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിലൊന്നുമല്ല. ആ കൺസേൺ ഒരു കൺസേൺ അല്ല. പക്ഷേ പ്രശ്നം എന്താ? ആ ദൃശ്യം ആരാ പുറത്തുവിട്ടത്? മാധ്യമങ്ങളാണോ? ഏതെങ്കിലും മീഡിയ ആണോ ആ ദൃശ്യം പുറത്തുവിട്ടത്? അദ്ദേഹത്തിന്റെ ആ വിരുന്നൊരുക്കിയ ബാഫക്കി തങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതാ. ആ പങ്കുവെക്കുന്ന സമയം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുരന്തമാണ്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അങ്ങനെ ഒരു ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ചിത്രം വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കും, എന്താ ഈ കാണിക്കുന്നത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേരളം മുഴുവൻ ഒരു വലിയ പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. 12 13 അധികം വിഭവങ്ങളുമായിട്ട് ഇരിക്കുന്നൊരു തീന്മേശയിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരത്തെ മാധു പറഞ്ഞല്ലോ, പിണറായി വിജയൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പിണറായി വിജയന് പറയാൻ പറ്റും. കാര്യം പിണറായി വിജയൻ മാധ്യമങ്ങളുടെ മുന്നിലും അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയിലുമായിരിക്കുന്നത്. VD സതീശൻ ഈ ഭക്ഷണ വിഭവങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ധരിക്കുക? അത് വ്യത്യസ്ത രൂപത്തിലല്ലേ ധരിക്കുക? അത് പറയാൻ പറ്റില്ലല്ലോ. ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് തന്നെ അനൗചിത്യമാണ്. ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് നമ്മളാരുമല്ല. ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അങ്ങ് വിരുന്നുണ്ണാൻ പോയ, വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത വീട്ടിൽ നിന്ന് അങ്ങയുടെ ഘടകകക്ഷിയിലെ നേതാവ് തന്നെയാണ് അത് പ്രചരിപ്പിച്ചത്. ആ പ്രചരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യം അങ്ങ് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചേ അല്ല. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് റോസ് ലോഞ്ചിൽ നടന്നൊരു പരിപാടിയാണ്. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെക്കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ചത്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. ആ സമയത്ത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട്ടുമായിട്ട് 3 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു. അങ്ങ് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോയ ഹൈലൈറ്റ് മാളിൽ നിന്ന് 34 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താമായിരുന്ന കൊണ്ടോട്ടിയിൽ 4 വയസ്സുള്ള ആദം ഐമൻ എന്ന് പറയുന്നൊരു കുട്ടി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. 25 മിനിറ്റ് യാത്ര ചെയ്യാൻ എത്താൻ പറ്റുന്ന കോഴിക്കോട് കാപ്പാട് 2 വയസ്സുള്ള മാസിൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. മലപ്പുറത്ത് തിരുവാലിയിൽ 2.5 വയസ്സുള്ള അബ്ദുൽ മുഹീൽ എന്ന് പറയുന്നൊരു കുട്ടി മരിച്ചിരുന്നു. മലപ്പുറത്തും കോഴിക്കോട് 3 കുഞ്ഞുങ്ങൾ ഇന്നലെ ഈ വെള്ളപ്പൊക്കത്തിൽ, ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്ന സമയമാണ് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോയത്. ആ സമയത്താണ് പാലായിലും ആറന്മുളയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് 15ഓളം, അന്ന് 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 5600ഓളം പേരെ 273 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിക്കാൻ ആറന്മുളയിൽ അബിൻ വർക്കിയും റാന്നിയിൽ നമ്മുടെ പഴകുളം മധുവും അടക്കമുള്ള MLA-മാർ നെട്ടോട്ടമോടുന്നത്. അവിടെയാണ് റവന്യൂ അധികാരികൾ എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം ഒന്ന് കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലായിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പാലായിൽ രക്ഷാപ്രവർത്തനം, അങ്ങ് പൊന്നാനിയിലോ വിരുന്ന് സൽക്കാരം. ഇതാണ് യഥാർത്ഥത്തിൽ അനൗചിത്യത്തിൻ്റെ ചിത്രം. ഇവിടെയാണ് കൺസേൺ ഉള്ളത്. അവിടെ ഈ തൊട്ടടുത്ത സ്ഥലത്ത് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ചോദ്യം ഇതാ, അങ്ങ് ഹൈലൈറ്റ് മാളിൽ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഈ വീടുകളിൽ പോകാമായിരുന്നു. ഇന്നലെ കണ്ണൂരും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ മഴയുണ്ടായിരുന്നു എന്നേ സാർ. അങ്ങ് വാടകയ്ക്കെടുത്ത് അങ്ങ് യാത്ര ചെയ്ത ആ ഹെലികോപ്റ്ററിൽ 2-ാം തീയതി അങ്ങ് ജുവലറി ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുൻപ് അങ്ങ് അതേ ഹെലികോപ്റ്ററിൽ ഈ പറയുന്ന പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യണമായിരുന്നു. അവിടെ പ്രളയം ബാധിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണാനോ ക്യാമ്പുകളിലേക്കോ പോകാനോ നിങ്ങൾക്ക് നേരിട്ട് സമയം കിട്ടിയില്ല. പക്ഷേ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പോകാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഇതിൽ ആശങ്കയുണ്ടാവുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ അശ്വത്ഥമാഹാത കുഞ്ചര പ്രയോഗമാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അത് അത്യന്തം നിരാശാജനകമാണ്. കേരളം ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ക്രൈസിസ് മാനേജരായി നിൽക്കേണ്ട കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഇതേപോലെ പ്രൈവറ്റ് പരിപാടിക്ക്, സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്, എന്നിട്ട് മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.